വിവാഹം കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനു മുൻപ് തന്നെ ഒരു കൗൺസിലിംഗ് വേണം. ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് നമ്മുടെ യൗവനക്കാരില് കപ്പിൾസിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് വലിയൊരു ചലഞ്ചാണ് നമ്മുടെ സൊസൈറ്റിയിൽ. കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നല്ല സന്തോഷത്തോടെ താല്പര്യത്തോടെ വിവാഹ ജീവിതങ്ങൾ ആരംഭിക്കുന്നു എങ്കിലും അധികം താമസിക്കാതെ അതിനകത്ത് വിവിധ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും വളരെ വേഗതയിൽ ഈ ഒരു വിവാഹബന്ധം വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അനേകം ദമ്പതികളും എത്തുന്നു. ഇത് കാരണം ഓവറോൾ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു വൈബാണ് വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ ഇന്ന് നമ്മുടെ നടുവിലുണ്ടായിരിക്കുന്നത്. ഭൂരിഭാഗം കുടുംബജീവിതങ്ങളും അത് നന്നായി മുൻപോട്ട് പോകത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകുക, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം ഇന്ന് ലിവ് ഇൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക്, ആ ഒരു അറേഞ്ച്മെന്റിലേക്ക് എളുപ്പത്തിന് വേണ്ടി അവര് അങ്ങനെ തിരിയാനായിട്ട് നോക്കുന്നു. എന്നാൽ ഇതിന്റെ എല്ലാം നടുവിലും ഒരു സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകമായിരിക്കുന്ന ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിന് പകരം വെക്കാനായിട്ട് മറ്റൊന്നുമില്ല. നല്ല ഹാപ്പി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള കുടുംബ ജീവിതങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ യൗവനക്കാരെ, നമ്മുടെ മക്കളെയൊക്കെ നാം തയ്യാറാക്കി എടുക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും നമ്മുടെയൊക്കെയും മുകളിൽ അതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നൊരു വിഷയത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അനേക ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നത്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് us to prepare our young people to enter into this holy institution of marriage. ഈ പ്രീമാരിറ്റൽ കൗൺസിലിംഗ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു യുവത്വത്തിലായിരിക്കുന്ന രണ്ടുപേർ ഈ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത് വലുതാണ്. അവർക്ക് റോങ് ആയിട്ട് കിട്ടിയ, അല്ലെങ്കിൽ അവർ ഫിലിമിലൂടെ കാണുന്നു, അവർ പലതിലൂടെ വായിച്ചറിയുന്നു, ഇങ്ങനെ അവരുടെ കൺസെപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്കാണ്, യാഥാർത്ഥ്യത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ സ്വപ്നം കണ്ടതും അവർ എക്സ്പെക്റ്റ് ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങളായിരിക്കത്തില്ല നടക്കുന്നത്. അങ്ങനെയാണ് ഒട്ടുമിക്ക ഡിവോഴ്സുകളും അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുടുംബജീവിതങ്ങളെ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു കൗൺസിലിംഗ് ഉപകാരപ്പെടും എന്ന് നമുക്ക് ഡോക്ടറിൻ്റെ എക്സ്പീരിയൻസിലൂടെ, പലർക്കും ചെയ്തു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇത് ആർക്കൊക്കെ വേണമെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും വേണം, എല്ലാവർക്കും ഇത് ആവശ്യമാണ്. എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യകത? എപ്പോഴൊക്കെയാണ്? വിവാഹത്തിന് തൊട്ട് മുൻപാണോ, അതോ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഇത് ആഡ് ചെയ്യുന്നതാണോ നല്ലത്? ഡോക്ടറിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, എപ്പോഴാണ് ഇതിൻ്റെ ആവശ്യകത? വിവാഹത്തിലേക്ക് ഒരു കപ്പിൾ അവർ എൻറ്റർ ചെയ്യുമ്പോൾ ഈ പറയുന്നത് പോലെ വലിയൊരു ചേഞ്ചാണ് അവരുടെ ലൈഫിൽ. അവരന്ന് വരെ മാതാപിതാക്കളുടെ കൂട്ടത്തിലുള്ള അവരുടെ ജീവിതം, അവരുടെ കൂട്ടുകാരുടെ കൂട്ടത്തിലുള്ള ജീവിതം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ തന്നെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആയിട്ട് കഴിഞ്ഞ ആ ലൈഫിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു പ്രമോഷൻ അവർക്ക് ലഭിച്ചതുപോലെയാണ് അവരൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ. അതിനകത്ത് അവര് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, നമ്മൾ ഏതൊരു കോഴ്സിന് നമ്മൾ പോയാലും, ഏതൊരു പ്രൊഫഷന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നതിന് മുൻപേ നല്ല ഒരു എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട്. ചില മാസങ്ങൾ അല്ലെങ്കിൽ ചില വർഷങ്ങൾ നമ്മൾ പഠനത്തിന് ശേഷമായിരിക്കും ഒരു ഡിഗ്രി നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്.
അതിനുശേഷമായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ഫീൽഡിൽ നൈപുണ്യമുണ്ട് എന്ന് പറഞ്ഞ് അതിനകത്ത് മുൻപോട്ട് പോകാൻ പറ്റുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നത് പോലെ, ഒരു വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ഒരു പുതിയ വാഹനം മേടിച്ച് അതിനകത്ത് കയറിയിരുന്ന് വണ്ടി ഓടിക്കാൻ തുടങ്ങുകയല്ല. അതിനു മുൻപേ ചുരുക്കമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ എങ്കിലും ഉണ്ട്. ഡ്രൈവിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ലേണേഴ്സ് ലൈസൻസ് എടുക്കുക, അല്ലെ, ആ ഒരു എക്സ്പീരിയൻസ്. എന്നാൽ വിവാഹ ജീവിതം എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റൂ. പക്ഷെ അതിനു മുൻപുള്ള ഒരു എഡ്യൂക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെപ്പോഴാണ് തുടങ്ങേണ്ടുന്നത് എന്ന് ചോദിച്ചാൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് ലേണിംഗ് ആണിത്. ഈ കുഞ്ഞുങ്ങൾ ഒരു ഭവനത്തിലേക്കാണ് ഇവർ പിറക്കുന്നത്. അവർ മാതാപിതാക്കളെ കാണുകയാണ്. ആദ്യമായിട്ടുള്ള ഒരു ഭവനത്തിന്റെ സങ്കല്പങ്ങൾ അവിടെയാണ് അവർക്ക് ലഭിക്കുന്നത്. ഒരു ഫാദർ മദർ എങ്ങനെയാണ്, ഒരു കുടുംബം, ഒരു ഭവനം എങ്ങനെയാണ്, അല്ലെ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, ഇവർ ഒബ്സർവ് ചെയ്യുക. ഒരുപക്ഷെ മാതാപിതാക്കൾ അവർക്കൊന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവരത് കണ്ടിംബൈബ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് എന്നുള്ള ചില സങ്കല്പങ്ങൾ അവരിലേക്ക് വരികയാണ്. അതിനുശേഷം അവർ വളരുന്നു, വിദ്യാഭ്യാസം ലഭിക്കുന്നു, അവർക്ക് കൂട്ടുകാരെ കാണുന്നു, റിലേറ്റീവ്സിനെ കാണുന്നു, മീഡിയ എക്സ്പോഷർ അവർക്കുണ്ടാകുന്നു. ഒരുപാട് അറിവുകളാണ് ഈ കുഞ്ഞുങ്ങളിലേക്ക് വരുന്നത്. അത് ശരിയായേക്കാം, തെറ്റായേക്കാം. അവരവരുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് വിവിധ രീതിയിലുള്ള അനുഭവങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നു. അവരുടെ കൗമാരപ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ യങ് അഡൽട്ട് ഏജിൽ അവർക്കുണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്സ്, അതിനകത്തുനിന്ന് കിട്ടുന്ന അവർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുള്ള ചില സങ്കല്പങ്ങളുണ്ട്. അപ്പം ഒരു വലിയ ബാഗേജുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വിവാഹപ്രായമാകുന്ന ഒരു വ്യക്തി വന്ന് നിൽക്കുന്നത്. അതിനകത്ത് ശരിയും തെറ്റും മിക്സഡ് ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളായിരിക്കും. എന്നാൽ ഈ ഒരു ബന്ധത്തിലേക്ക്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നല്ല ഒരു ഒരുക്കം, അവർക്ക് പറയാനുള്ളതൊക്കെ ഒന്ന് കേൾക്കാനും അവരുടെ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാനും നല്ല ഗുണപാഠങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ടും ഒക്കെയുള്ള ഒരു കറക്റ്റ് ടൈമാണത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ടീനേജ് പ്രായത്തിൽ തന്നെ അത് തുടങ്ങണം. സെക്സ് എഡ്യൂക്കേഷനായിട്ട് തുടങ്ങണം. അതായത് ഒരു ഫാമിലി ലൈഫിൻ്റെ ആ ഒരു പവിത്രത, അതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി. നമ്മളൊരു സെക്ഷുവൽ ബീയിങ്സ് ആണ്. മുൻപ് അവരവരുടെ വിവാഹപ്രായമാകുമ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി അവരുടെ ജീവിതത്തെ അവർ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്ത ബോധം അവർക്കുണ്ടാകണം. ഒരു കന്യകയായി അവരെ തന്നെ സൂക്ഷിക്കാനുള്ള ഗുണപാഠങ്ങളൊക്കെ അപ്പോഴേ നമ്മൾ തുടങ്ങണം. യങ് അഡൽട്ട് ലൈഫിൽ റിലേഷൻഷിപ്സിനെ എങ്ങനെ മാനേജ് ചെയ്യണം, ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ശരിക്കുമുള്ള പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അടുത്ത ചില വിവാഹം ആലോചിച്ച് തുടങ്ങി അടുത്ത ചില നാളുകൾക്കുള്ളിൽ അവർ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന് പറയുന്നവർക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ഏരിയാസും ടച്ച് ചെയ്ത് ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് വളരെ അവരുടെ കുടുംബജീവിതത്തിന് ഒരു ബ്ലെസ്സിങ് ആണ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഈ ഡിവോഴ്സ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ വിവാഹത്തിന് ശേഷം 1 വർഷം തികയുന്നതിന് മുന്നമേ ഡിവോഴ്സിൻ്റെ റേറ്റുകൾ ഭയങ്കര കൂടിക്കൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകമെമ്പാടും എവിടെ നോക്കിയാൽ ഈ ഒരു കൗൺസിലിങ്ങിലൂടെ ആ ഒരു എണ്ണത്തെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുമോ? വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചും ഒരുക്കമില്ലാതെ, ഒരു തയ്യാറെടുപ്പില്ലാതെ അതിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഭയങ്കരമായ സർപ്രൈസുകളാണ് ഒരുപക്ഷെ നേരിടേണ്ടതായിട്ട് വരുന്നത്. ഈ പറഞ്ഞതുപോലെ അവരുടെ സങ്കല്പങ്ങളും അവരുടെ സ്വപ്നങ്ങൾക്കകത്തുനിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും അവർ ചില മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അവർക്ക് ആ അനുഭവങ്ങൾ പെട്ടെന്ന് അവരുടെ ലൈഫിൽ ഉണ്ടാകുകയും ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം, അല്ലെങ്കിൽ അവരുടെ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിലുണ്ടായിരിക്കുന്ന ആ ഗ്യാപ്പ്, ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ ഡീല് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് അവർ ട്രെയിൻഡ് അല്ല, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ആംഡ് അല്ല. അപ്പൊ ഈ ഒരു കാര്യത്തിനകത്ത് അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന വികാരത്തിൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഇത് ഞങ്ങൾ തമ്മിൽ കോമ്പാക്റ്റബിൾ അല്ല. ആ ഒരു ചിന്ത വന്നു കഴിയുമ്പോഴത്തേക്കിനും
ശരി ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിരിയുക എന്നുള്ള ഒരു കാര്യമാണ്. അതേസമയം പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനകത്ത് നമ്മളൊരു എഡ്യൂക്കേഷനാണ്. ഐ റിയലി ബിലീവ് ഇൻ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഈസ് പവർഫുൾ അല്ലേ? ഒരു ഇഗ്നറൻസിനകത്തുനിന്ന് പലപ്പോഴും നമ്മൾ ഒത്തിരി തെറ്റായ തീരുമാനങ്ങളിലേക്ക് നമ്മൾ പോകും. പക്ഷെ എങ്ങനെ ചിന്തിക്കണമെന്നൊരു വ്യക്തിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പം മാരീഡ് ലൈഫിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഒരുമിച്ച് വരുമ്പോൾ അവർ തമ്മിൽ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, പരസ്പരം എങ്ങനെ മുൻപോട്ട് പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു ഓണർ ഉണ്ട്, ഒരു ഹസ്ബൻഡ് എടുക്കേണ്ട റോളുണ്ട്, വൈഫ് എടുക്കേണ്ട റോളുണ്ട്, മറ്റുള്ളവർക്ക് അവരുടെ കുടുംബ ജീവിതത്തിനകത്തുണ്ടായിരിക്കുന്ന ഒരു റോളിനെ കുറിച്ച് അവർക്ക് ഒരു ബോധ്യമുണ്ടായിരിക്കണം, ആ ബൗണ്ടറീസ് അവർ മനസ്സിലാക്കണം അല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, ഈവൻ അവർ തമ്മിലുള്ള അവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ആ കോൺഫ്ലിക്റ്റുകൾ, അതിന് എന്ത് ചെയ്യണം, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഈവൻ അവരുടെ ഫിസിക്കൽ ഇൻറ്റിമസി, ഇതെല്ലാം അതിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം, വിവാഹം കഴിയുമ്പോൾ പിന്നെ എല്ലാം ഓക്കെ ആയിരിക്കും, എല്ലാം പോസിറ്റീവ് ആയിരിക്കും എന്നൊരു ചിന്തയ്ക്കകത്തുനിന്ന് ഒരുപടി അവർ റിയാലിറ്റിയിലേക്കൊന്ന് ഇറങ്ങും. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം, അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചെയ്യണം. ഞങ്ങൾക്ക് മാത്രമല്ല പലർക്കും ഈ ചാലഞ്ചസ് ഉണ്ട്. ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അതിനുവേണ്ടി സഹായം നേടണം എന്നൊക്കെയെങ്കിലും അവരുടെ മനസ്സിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഒരു തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവരുടെ ഭവനങ്ങളിൽ, ഇപ്പം പെൺകുട്ടിയുടെ ആണെങ്കിലും ആൺകുട്ടിയുടെ ആണെങ്കിലും അവരുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫ്ലുവൻസ്, വിവാഹം കഴിഞ്ഞും അവരെ തീരുമാനിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് ഒത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാൻ സമ്മതിക്കാതെ അവരെ പുറകിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്ന പേരൻസ് അല്ലെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തികൾ, അതിലൂടെ ഇത് അഡ്ജസ്റ്റായി പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് ഈ കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി. ഇതൊരു മുൻകൂട്ടി ഒരു അറിവ് കൊടുക്കുന്നത് പോലെയാണ്. കാരണം ഈ കുഞ്ഞുങ്ങള് അവര് വളർന്നു വരുന്നതായിട്ടുള്ള ഭവനങ്ങളില് അന്ന് വരെ മേ ബി ഇപ്പൊ ഒരു 25-ാമത്തെ വയസ്സിലാണ് വിവാഹമെങ്കിൽ ആ 25 വർഷവും ഇവര് വളർന്നു വന്ന അവരുടെ ഫാമിലി ഒരു ഭയങ്കര ക്ലോസ് നെറ്റ് ആയിരിക്കും. അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങൾ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയേക്കാം, റിലേറ്റീവ്സ് ആയേക്കാം. എന്നാൽ വിവാഹം കഴിക്കുന്ന ഈ വ്യക്തിയോട് ചുരുക്കം നാളുകളുടെ പരിചയമായിരിക്കും. അപ്പൊ നാച്ചുറലി അവരുടെ ജീവിതത്തിൽ ഈ മുൻപുള്ള ബന്ധങ്ങൾക്ക് വളരെയധികം സ്വാധീനമുണ്ട്. പക്ഷെ വിവാഹം എന്ന് പറയുന്ന അറേഞ്ച്മെന്റിലേക്ക് അവർ പോകുമ്പോൾ ഭാര്യയും ഭർത്താവും അവരൊരു പുതിയ യൂണിറ്റാണ്. അതിനകത്തുള്ള അവരുടെ ആ അറേഞ്ച്മെന്റിനകത്തൊരു വ്യത്യാസമുണ്ട്. മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനകത്ത് നമുക്ക് ഒത്തിരി വാല്യൂസ് ഉണ്ടല്ലോ. നമ്മുടെ ഫാമിലി വിവാഹത്തിന് ശേഷമാണെങ്കിലും ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന ഒരു ബന്ധം മാത്രമല്ല, അതിനകത്ത് കുടുംബമുണ്ട്, കൂട്ടുകാരുണ്ട്, ചാർച്ചക്കാരുണ്ട്, ഇതെല്ലാം കൂടെ കൂടിയുള്ള ഒരു ആണല്ലോ മുൻപോട്ട് പോകുന്നത്. പക്ഷെ ഈ എല്ലാ ബന്ധങ്ങളും കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ അതിനകത്ത് അതിരുകൾ ഇടേണ്ടുന്നിടത്ത് അതിരുകളിട്ട് അവരുടെ കുടുംബജീവിതത്തിന്റെ ആ സാങ്ക്ടിറ്റിയെ സൂക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില വ്യക്തികളിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്, വിവാഹത്തിന് മുമ്പ് വരെ അവർ കൊണ്ടു നടന്നിരുന്ന ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേണമെങ്കിൽ സോൾട്ടായി എന്ന് വേണമെങ്കിലും പറയാം, അവരുമായിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പം വിവാഹത്തിന് ശേഷം ഇത് പലയിടങ്ങളിലും ഒരു തടസ്സമാകാം, അവരിൽ ഈഗോ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വിവാഹത്തിന് മുമ്പ് തന്നെ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളല്ലേ? അപ്പോൾ അതെല്ലാം ഈ കൗൺസിലിങ്ങിനകത്ത് കൊണ്ടുവരേണ്ട. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് തെറ്റൊന്നുമില്ല, അതിനകത്ത് അവർ തെറ്റായി ഒന്നും ചെയ്യുന്നില്ല, അവർ സ്നേഹമാണ്, അത് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ വിവാഹ ജീവിതം കഴിയുമ്പോൾ അത് ഇവിടെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം, ബോയ് ഫ്രണ്ട് ആയിരിക്കാം, വളരെ സത്യസന്ധമായ ഒരു സൗഹൃദ ബന്ധമാണെങ്കിലും അത് കുടുംബജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ ഈ ബന്ധങ്ങൾ ഇവിടെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ കൗൺസിലിങ്ങിനകത്ത് ഉൾക്കൊള്ളുമായിരിക്കും അല്ലെ? ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന്റെ ഡിഫറെന്റ് സ്റ്റേജസിനകത്ത് ഓരോന്ന് മുൻകൂട്ടി പ്രശ്നങ്ങൾ വരാനുള്ള
സാധ്യതയുള്ള വിഷയങ്ങളെ ടച്ച് ചെയ്താണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല ഹെൽത്തി പ്രാക്ടീസസും അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് തന്നെ പലയിടങ്ങളിൽ പല വിധത്തിലാണ് അത് ചെയ്യുന്നത്. ചിലയിടത്തൊക്കെ അരമണിക്കൂറിനകത്ത്, അല്ലേ, വളരെ ഷോർട്ടായിട്ട് ഒരു പേരിന് വേണ്ടി മാത്രം. പ്രത്യേകിച്ച് ചില റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അവർക്കൊരു നിയമം പോലെയുണ്ട്. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ മാത്രമേ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ. അപ്പം അങ്ങനെ നെയിം സേക്കിന് ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ പറയുന്നത്. ശരിക്കും ഈ വ്യക്തികൾക്ക് പ്രയോജനപ്പെടണമെന്നുണ്ട് എങ്കിൽ ഒരു നല്ല സെഷൻ പോലെ തന്നെ എടുക്കണം. കാരണം ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടണം. തോട്ട് പ്രൊവോക്കിംഗ് ആയിരിക്കണം. ചില ചോദ്യങ്ങൾ ഇങ്ങോട്ട് ക്ലാരിഫൈ ചെയ്ത് ചോദിക്കാനുള്ള ഒരു ഇടം അതിനകത്ത് ഉണ്ടായിരിക്കണം. ഈ ബന്ധം അവിടം കൊണ്ട് തീരുന്നില്ല. വിവാഹത്തിന് ശേഷവും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തിരിച്ചു വന്ന ആ വിഷയത്തെക്കുറിച്ച് ഒരു കൗൺസിലിംഗ് വീണ്ടും ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു ബന്ധമാണ് ഈ ഒരു കാര്യത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള കൂട്ടുകെട്ടുകള്, ബന്ധങ്ങള്, മുൻപുണ്ടായിരിക്കുന്ന റിലേഷൻഷിപ്സ്, അതൊക്കെ ചിലത് ബ്രേക്കപ്പ് ആയി കാണും. അതിൻ്റെ വേദനകൾ ഇപ്പോഴും മാറാത്ത വേദനകൾ കാണും. അപ്പോൾ ഒരു വ്യക്തിയിലുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ഒരു വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യാനുള്ള അങ്ങനത്തെ ഇഷ്യൂസ് വരും. അപ്പൊ ഇതൊക്കെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ ഒന്ന് പറഞ്ഞ് കേട്ട് സംസാരിച്ച് സെറ്റിലാക്കി ഒരു പുതിയ ആരംഭം പോലെ തുടങ്ങിയാൽ അത് വളരെ ഹെൽത്തിയാണ്. കുടുംബജീവിതത്തിന് വളരെ ഹെൽത്തിയാണ്. ചിലവർക്ക് ചില ശീലങ്ങളുണ്ട്. അപ്പം അദ്ദേഹം നോക്കുമ്പോൾ ആ ശീലങ്ങൾ നോർമലാണ്, പക്ഷെ വരുന്ന വ്യക്തിക്ക് ആ ശീലങ്ങൾ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ചിലവർക്ക് അല്പം നേരത്തെ ഉറങ്ങണം, ചിലവർക്ക് അല്പം താമസിച്ചിട്ടേ ഉറങ്ങത്തുള്ളൂ, ചിലവർക്ക് കോഫിയാണ് ഇഷ്ടം, ചിലവർക്ക് ടീ ആണ് ഇഷ്ടം. അങ്ങനെ പക്ഷെ ഇവർ സ്വപ്നം കാണുന്നത് എല്ലാം ഒരുമിച്ച് ഇവരുടെ ഇഷ്ടത്തിന് പോകുമെന്നാണ്. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ എല്ലാം ഡിഫറെൻറ്റാണ്. പലതും സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആക്കാൻ ഇത് സഹായിക്കും. അതെ, ഒരു ബേസിക്കലി ഒരു അണ്ടർസ്റ്റാൻഡിങ്, ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഗോയിങ് ടുഗെദർ. കുടുംബജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതിൻ്റെ അകത്തെ പ്രശ്നങ്ങൾക്ക് ഇറ്റ് ഈസ് നോട്ട് എ ലവ് പ്രോബ്ലം, ഇറ്റ് ഈസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം. പരസ്പരം ഭയങ്കര സ്നേഹമായിരിക്കും. വലിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് മറ്റൊരു വ്യക്തിയെ ആ ഫ്രീഡം കൊടുത്ത് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ചെറിയ ശീലങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിലും ഓക്കെ, പക്ഷെ ചില സമയങ്ങളിൽ ഇത് അതിര് കവിഞ്ഞുള്ള വിധത്തിലുള്ള ചില ശീലങ്ങളായിട്ട് വന്നേക്കാം, ദുശീലങ്ങളായി വന്നേക്കാം, മറ്റൊരു അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്ന വിധത്തിലുള്ള വിഷയങ്ങളായി വന്നേക്കാം, അവരുടെ മോറൽ ലൈഫിനെ ബാധിക്കുന്ന വിഷയങ്ങളായി വന്നേക്കാം. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്, എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും തുറന്ന് സംശയങ്ങൾ ചോദിക്കുവാനും ക്ലിയർ ചെയ്യാനും പറ്റത്തില്ല. മാതാപിതാക്കളോട് സംസാരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പം ഈ വിഷയങ്ങളാണ് ചിലപ്പോൾ ഒരു പക്ഷേ ഇവരുടെ വലിയ ക്ലാഷിലേക്ക് കൊണ്ടുവരുന്നത്, വലിയ പ്രോബ്ലംസ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ കൗൺസിലിംഗ് എത്രത്തോളം ഉപകരിക്കും ഡോക്ടറിന്റെ അഭിപ്രായത്തിൽ? അതെ, വിവാഹത്തിന് മുൻപാണെങ്കിലും ഈ പറഞ്ഞതുപോലെ അതിന് ശേഷമാണെങ്കിലും, കാരണം ചില ഇഷ്യൂസ് ഒക്കെ പ്രീ എക്സിസ്റ്റിംഗ് ഇഷ്യൂസ് ആയിരിക്കും, ബോത്ത് ഫോർ ദ ഗേൾ ആൻഡ് ഫോർ ദ ബോയ്. അപ്പോൾ അതൊക്കെ അവർക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ, ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് പോയി സംസാരിക്കുന്നത് പോലെ തന്നെ അവരുടെ കാര്യങ്ങളെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയാണ്. അപ്പോൾ അവിടെ അവർക്ക് നോൺ ജഡ്ജ്മെൻ്റലാണ്, നോൺ കണ്ടമിങ് ആണ്, അവരുടെ കാര്യങ്ങൾ തുറന്ന് പറയാം, അല്ലേ? അതിനുള്ള ഒരു വേദിയാണിത് ഡെഫിനറ്റ്ലി. മാത്രമല്ല, ഇനിയിപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പോലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള വിഷയങ്ങൾക്കകത്ത് ആരോടും പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചില ഇഷ്യൂസ് ഇവർ ഫേസ് ചെയ്തേക്കാം, എംബാരസിങ് ഇഷ്യൂസ് ഫേസ് ചെയ്തേക്കാം, അവരുടെ ഫിസിക്കൽ റിലേഷൻഷിപ്പിനോടുള്ള ബന്ധത്തിലും അങ്ങനെയുള്ള കാര്യങ്ങളായേക്കാം. ആ സമയത്തും ഇത് ഓർത്ത് വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുണ്ടാക്കി നാളുകൾ വേസ്റ്റ് ചെയ്യുന്നതിന് പകരം
പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കിട്ടിയ കുട്ടികളാണെങ്കിൽ അവർക്കറിയാം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കരുത്. അത്യാവശ്യം രണ്ടു കൂട്ടരും അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ സഹായം നേടണം. സഹായം ലഭ്യമാണ്. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കൂടെ നമ്മൾ ഇവർക്ക് കൊടുക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ഒരു 3, 4, 5 വർഷങ്ങളൊക്കെ ആരോടും പറയാതെ ഇവര് തമ്മിൽ ഇങ്ങനെ വെച്ച് വിഷമിച്ച് പിന്നെ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ ആയിരിക്കും ആദ്യമായിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പോലും മനസ്സിലാകുന്നത്. അപ്പോഴത്തേക്കിന് ഒരുപാട് ഡാമേജ് വന്നു കഴിഞ്ഞു, ഒരുപാട് ടൈം വേസ്റ്റ് ആയി കഴിഞ്ഞു. സോ വളരെ നല്ല ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടീനേജിലെ പ്രിപ്പറേഷൻ തുടങ്ങണം. അതിനെ നമ്മൾ ഒരു പക്ഷേ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് വിളിക്കത്തില്ല. ആ സമയങ്ങളിൽ സെക്സ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അതിതിന്റെ ഒരു എന്താ ബാലപാഠങ്ങൾ പോലെയാണ്. അവരെ നമ്മൾ അതിനുവേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. അത് മുമ്പോട്ട് വന്ന് അവരുടെ വിവാഹപ്രായമാകുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇൻഫാക്ട് അങ്ങനത്തെ ഒത്തിരി പ്രീ എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് നമുക്കില്ല. ഒരു അവയർനെസ് ആൾക്കാരുടെ ഇടയ്ക്ക് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. വിവാഹം കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിനു മുൻപ് തന്നെ ഒരു കൗൺസിലിംഗ് വേണം. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാരുടെ ഒരു ചിന്താഗതി പ്രശ്നമുള്ളവർക്കാണ് കൗൺസിലിംഗ് വേണ്ടുന്നത്. ഒരു പ്രോബ്ലം ഉള്ളവർക്ക് മാത്രമാണ് കൗൺസിലിംഗിന്റെ ആവശ്യകത എന്നാണ് സാധാരണക്കാരുടെ ചിന്ത. അതിനൊരു പ്രിവെന്റീവ് ആസ്പെക്ട് ഉണ്ടെന്നുള്ളത് ചിന്തിക്കുന്നില്ല. അപ്പൊ കൗൺസിലിങ്ങിന് വേണ്ടി ഒരാൾ പോകുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കൗൺസിലിംഗ്. പക്ഷെ ഇത് വരുന്നത് ആ ഒരു പ്രിവെന്റീവ് ആസ്പെക്റ്റിലാണ്, ഒരു എഡ്യൂക്കേഷണലാണ്. നമ്മൾ മുൻകൂട്ടി തയ്യാറെടുക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ, വേദികൾ നമ്മൾ ഒരുക്കുക. ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് നമ്മുടെ യൗവനക്കാരില്, കപ്പിൾസിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കേട്ടതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്, ഒരു ഓപ്ഷണൽ അല്ല. ഏതെങ്കിലും പ്രശ്നമുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതല്ല, എല്ലാവർക്കും കൊടുക്കാം. അപ്പോൾ തന്നെ സമൂഹത്തിൽ മാരേജ് ലൈഫിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകും. കുടുംബ കോടതികളുടെ പണി കുറയും. വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു തലമുറകൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ വാർത്തെടുക്കാൻ പറ്റും. താങ്ക് യു ഡോക്ടർ. നല്ല സന്ദേശത്തിന് നന്ദി.